ദൂരെ ആയിരുന്നവരെ ഓരോരുത്തരെ നമ്മളെ കർത്താവിങ്കിലേക്ക് അടുപ്പിച്ചു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. ഇപ്പം നമ്മൾ ദാസന്മാരല്ല. ഇപ്പോഴും നമ്മുടെ വിചാരം ഇതാരുടെയൊക്കെയോ ജോലിയാണല്ലോ, അവർ ചെയ്തോട്ടെ. മക്കളല്ലാത്തോണ്ടാണ്. ഒരു ഭവനത്തിലെ മക്കൾക്ക് മാത്രമേ, അതും ഈ കാലഘട്ടത്തിലെ മക്കൾ പോലും ദാസന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മക്കളാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാര്യം എൻ്റെ വീട്ടിലെ വിഷയം അത് എനിക്ക് വിഷയം, അത് അപ്പനും അമ്മയും ചെയ്യട്ടെ, എനിക്കതൊന്നും വിഷയമല്ല. എനിക്ക് എൻ്റെ കാര്യം. അതെന്തോ ഒരു ആറ്റിറ്റ്യൂഡാണ്, അത് ഒരു ദാസൻ്റെ ആറ്റിറ്റ്യൂഡ്. ദാസൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുവാണെന്നറിയാമോ? രാവിലെ നമ്മൾ ആൾക്കാരെ ജോലിക്ക് വിളിക്കും. നമ്മളൊക്കെ ജോലിക്കും, ഞങ്ങളും കൃഷിക്കൊക്കെ ആൾക്കാരെ വിളിക്കും. നമ്മളെല്ലാം ജോലിക്ക് ആൾക്കാരെ വിളിക്കത്തില്ല. ആ ജോലിക്ക് വിളിക്കുന്നവരുടെ ടൈം ആണ് അവർക്ക് വിഷയം. രാവിലെ വന്നു, അവരാ കാര്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ, ഇപ്പം പുല്ല് പറിക്കുന്നവരാണ് ഇങ്ങനെ ഞുള്ളി അവിടെ ഇരിക്കും, അല്ലെ എവിടെയെങ്കിലും ഇരിക്കും, ഇച്ചിരി അവിടെ എന്തെങ്കിലുമൊക്കെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെ എന്തെങ്കിലുമൊക്കെ പുക വലിക്കുന്നവരാണ്. സമയങ്ങൾ നമ്മൾ വരുന്നുണ്ടേ, നമ്മളെ കാണിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ വരുന്നുണ്ടേ എന്തെങ്കിലും മാന്തിക്കൊണ്ടിരിക്കും. പിന്നെയും ദാസനല്ലേ, എനിക്കെന്നാ, ഞാൻ 5 മണി വരെ ഇങ്ങനെ കളിപ്പിച്ച് നിന്നാൽ ഒരു 4:45 നമ്മൾ കൈ കഴുകി കുളിച്ചു, ഞാൻ 5 മണിയാകുമ്പോൾ എൻ്റെ കൂലിതാ. ദാസൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുവാ? ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് ചിലത് കിട്ടാൻ. മനസ്സിലായോ? അതാ ദാസൻ്റെ ആറ്റിറ്റ്യൂഡ്. അതിനാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ദാസനല്ല. ഞാൻ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് വല്ലതും കിട്ടാനല്ല. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഒരു കാര്യം ഉദാസീനതയോട് ചെയ്യുന്നവൻ ആരാണ്? ഒന്ന് ഉറക്കെ പറയാനേ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉത്സാഹമില്ലാതെ ചെയ്യുന്നവൻ, യഹോവയായ ദൈവം പറയുന്നു, ഹീ ഈസ് കഴ്സ്ഡ്, അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ആ വാക്യം നേരെ ഒന്ന് തിരിച്ചിട്ടെ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉത്സാഹത്തോട് ചെയ്യുന്നവൻ അവൻ ആരാ? ഹീ ഈസ് ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടു. ഇത് യഹോവയായ ദൈവം പറയുന്നത്. എനിക്കത് മാറ്റാൻ കഴിയത്തില്ല. ഞാനും ദൈവഭയത്തോട് ഓർക്കേണ്ട വിഷയമാണ്, നിങ്ങളും ഓർക്കേണ്ട വിഷയമാണ്. ദൈവത്തിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം, അല്ലെ ചെയ്യല്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ പൊക്കോ, നഷ്ടം കർത്താവിനുമില്ല, ആർക്കുമില്ല. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ കൃപയോടുകൂടി നിൽക്കണം, വിശുദ്ധിയോട് നിൽക്കണം, ആത്മജയത്തോട്, ആത്മാവിൻ്റെ ശക്തിയോട് നിൽക്കണം, ജയാജീവത്തോട് നിൽക്കണം. ദൈവത്തിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, നമ്മുടെ മേലുള്ള വിളിയുണ്ട്. ആ വിളിയാണ് ദൈവത്തിൻ്റെ നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിൽക്കണം. അങ്ങനെ നിൽക്കുവാൻ കർത്താവ് നമ്മളെ